അതിശയമായി അനുഗ്രഹമായി ദൈവം നമ്മെ നടത്തി. ഒരുവന് 100 ആടുകളുണ്ടായിരിക്കെ അതിൽ ഒന്നിനെപ്പോലും നഷ്ടപ്പെടുത്താതെ വീണ്ടെടുക്കുന്ന ഒരു ഇടയൻ്റെ ചിത്രമാണ് ഇന്നത്തെ സുവിശേഷം. പാലസ്തീനയ്ക്ക് ഒരു പതിവുണ്ട്. അതൊരു ഇടയധർമ്മത്തിൻ്റെ പതിവാണ്. അതിങ്ങനെയാണ്: ഒരു ഇടയന് 100 ആടുകൾ നൽകപ്പെടും. ഈ 100 ആടുകളെയും കൊണ്ടാണ് ഇടയൻ ആലയിൽ നിന്ന് മലഞ്ചെരുവിലേക്ക് ആടുകളെ മേയ്ക്കാനായി ചെല്ലേണ്ടത്. കൃത്യമായി എണ്ണി നൽകപ്പെടുന്ന ഈ 100 ആടുകളെയും കൊണ്ട് ആലയിൽ നിന്ന് ഇടയൻ ചെല്ലുമ്പോൾ ഇടയൻ മുമ്പിൽ നടക്കും, ആടുകളൊക്കെ പിന്നാലെയാണ്. ഇടയൻ നടക്കുന്ന പാതയിലൂടെ നടന്ന് ആടുകൾ കുന്നിൻ ചെരുവിലേക്കെത്തും. പോകുന്ന വഴിക്ക് ഇടയനൊരു പ്രത്യേക സ്വരമുണ്ടാക്കും. ഈ സ്വരം ഇടയനും ആടുകളും തമ്മിൽ മാത്രം അറിയാവുന്നൊരു സ്വരമാണ്. കൃത്യമായി ഈ സ്വരം കേട്ടാണ് ആടുകൾ ഇടയൻ്റെ പിന്നാലെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവർ കുന്നിൻ്റെ മുകളിലേക്കെത്തും. അവിടെ മേച്ചിൽപ്പുറത്ത് ഭക്ഷണമൊക്കെ കഴിച്ച് വൈകുന്നേരം തിരിച്ചു വരും. ഇതാണ് പാലസ്തീനിൽ നടന്നിരുന്ന ഒരു ഇടയധർമ്മത്തിൻ്റെ ഒരു പതിവ്. ഓരോ ഇടയനും ഓരോ പ്രത്യേകതരം സ്വരമാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ തൻ്റെ ഇടയൻ ആരെന്ന് വളരെ കൃത്യമായി ആടുകൾക്കറിയാം. തിരിച്ച് വരുമ്പോഴും അങ്ങനെയാണ്. തിരിച്ചെത്തിക്കഴിയുമ്പോൾ ഓരോ ഇടയനും 100 ആടുകൾ വീതം നൽകപ്പെടും. അങ്ങനെ ഒത്തിരിയേറെ ഇടയന്മാരുണ്ടാകും. ഇവരെല്ലാവരും ഒരുമിച്ച് അവരുടെ ഉടമസ്ഥൻ്റെ ഇടത്തിലേക്ക് എത്തുമ്പോൾ അവിടെ നിന്ന് ആടുകളൊക്കെ മിക്സാവും. പിന്നീട് ആടുകൾ ഏതാണെന്നൊക്കെ വേർതിരിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോഴാണ് ആലയുടെ മുമ്പിൽ നിന്ന് ഇടയൻ ആ സ്വരം വീണ്ടും ആവർത്തിക്കും. അപ്പോൾ കൃത്യമായി ഇടയൻ്റെ സ്വരം കേട്ട് ആടുകളൊക്കെ ആ ആലയിലേക്ക് പ്രവേശിക്കും. ഇങ്ങനെയാണ് ആടുകളും ഇടയനും തമ്മിൽ കൃത്യമായൊരു ആത്മബന്ധം പുലർത്തിയിരുന്നത്. ഇതിൻ്റെ സുവിശേഷ ഭാഗത്ത് ഇടയൻ മുമ്പിലൂടെ നടന്നു പോകുമ്പോൾ നഷ്ടപ്പെട്ടു പോയൊരു ആടിനെ കുറിച്ചാണ് സുവിശേഷത്തിൽ ക്രിസ്തുനാഥൻ ഓർമ്മിപ്പിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇതിലൊരു കൗതുകമുണ്ട്. ആ കൗതുകത്തിന് കാരണം ഇടയൻ എല്ലാ ദിവസവും ഒരു മലമ്പ്രദേശത്താണ് അതിൻ്റെ ആടുകളെയും കൊണ്ട് ചെല്ലുന്നത്. ഒരു പക്ഷേ ഇതിലൊരു കുഞ്ഞാടിന് എല്ലാ ദിവസവും നടക്കുന്ന ഈ ഒരു വഴിയാത്ര അല്പം മടുപ്പിക്കുന്നതായി തോന്നിയിട്ടുണ്ടാകാം. എല്ലാ ദിവസവും ഒരേ കാഴ്ച, ഒരേ അനുഭവം, ഒരേ രീതിയിലുള്ള നടത്തം. ഈ നടത്തം മടുപ്പിക്കുന്ന ഒരു കുഞ്ഞാട് വിചാരിച്ചിട്ടുണ്ട്, ഇനിയൊരു പുതിയ വഴിയിലൂടെ ഇടയൻ്റെ അടുത്തേക്ക് എത്തണം. ഈ കാഴ്ച ഒരു മടുപ്പിക്കുന്നു. ഒരേ വഴി, ഒരേ യാത്ര, ഒരേ ഇതിലുള്ള സൗഹൃദങ്ങൾ, ഇത് അത്ര ശരിയാകില്ല. അതുകൊണ്ട് ഒരു കുഞ്ഞാട് പുതിയൊരു വഴിയിലൂടെ അതിന് ലക്ഷ്യസ്ഥാനത്തെത്താമെന്ന് കരുതി നടക്കുന്നൊരു യാത്രയാണിത്. അങ്ങനെ പുതിയൊരു വഴി തേടിക്കൊണ്ട് ഇടയിൽ നിന്ന് പതുക്കെ തെന്നി മാറി ആരും കാണാതെ 100 ആടുകളിൽ നിന്നും ഇടയിലേക്ക് പിന്നാലെ മാറി വന്ന് അവസാനം ഏറ്റവും പിന്നാലെ വന്ന് അങ്ങനെ ഒരു കുഞ്ഞാട് അത് പുതിയൊരു വഴി തേടി, പുതിയൊരു യാത്ര തേടി ലക്ഷ്യസ്ഥാനത്തെത്താൻ ഒറ്റയ്ക്ക് നടക്കാൻ തീരുമാനിക്കുന്നു. മടുപ്പിക്കുന്ന ചില കാഴ്ചകൾ കൊണ്ട് ഒരാട് മറ്റൊരു വഴി തേടി നടന്നതാണ് ഇന്നത്തെ സുവിശേഷം. ഒടുവിൽ വഴിതെറ്റുന്നു. അതിന് ലക്ഷ്യസ്ഥാനത്തെത്താൻ കഴിയുന്നില്ല. അങ്ങനെ ഇനി എങ്ങോട്ട് പോകുമെന്നറിയാതെ പേടിച്ച് വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരു കുഞ്ഞാടിൻ്റെ വഴിയാത്രയ്ക്കൊടുവിൽ ഇടയൻ അതിനെ തേടി വരുന്നു, അതിനെ തോളിലേറ്റുന്നു. പ്രിയമുള്ളവരെ, ഈ ചെറിയൊരു സുവിശേഷ ഭാഗത്ത് നമ്മളൊക്കെ ധ്യാനിക്കേണ്ടത് ഈ ഒരു മടുപ്പിക്കുന്ന ഒരു കുഞ്ഞാടിൻ്റെ മനോഭാവമാണ്. ഇടയൻ മുന്നിലുണ്ട്, പക്ഷേ ചിലപ്പോഴൊക്കെ നാമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സ്ഥിരം യാത്ര നമ്മളെയൊക്കെ മടുപ്പിക്കും. ഒരേപോലെയുള്ള സ്നേഹബന്ധങ്ങൾ, ഒരേപോലെയുള്ള കുടുംബജീവിതം, ഒരേപോലെയുള്ള സൗഹൃദങ്ങൾ, ഇങ്ങനെ ഒരേപോലെയുള്ള നിരവധിയായ കാര്യങ്ങൾ ജീവിതത്തിലുണ്ട്. പുതുമയൊന്നുമില്ല. ഒരേപോലെ കാണുന്ന മനുഷ്യരും ഒരേപോലെ ഉണ്ടാകുന്ന ജീവിത അനുഭവങ്ങളൊക്കെ ചിലപ്പോൾ ജീവിതത്തിന് മടുപ്പിച്ചെന്ന് വരാം. ഈ മടുപ്പിനിടയിൽ നമ്മൾ പുതിയൊരു വഴി തേടി പോവുകയാണെങ്കിൽ അത് ആപത്തിൻ്റെയും കെണിയുടെയും വഴിയായിരിക്കുമെന്ന് ഇന്നത്തെ സുവിശേഷം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ഒരു കാര്യം മാത്രം ഓർത്താൽ മതി. ചിലപ്പോൾ ഈ യാത്ര അത്ര പുതിയ കാഴ്ചകളൊന്നും നൽകുന്നില്ലായിരിക്കാം. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, മുൻപിൽ നടക്കുന്ന ഇടയനറിയാം ഇതാണ് സുരക്ഷിതമായ യാത്ര, ഇതാണ് സുരക്ഷിതമായ വഴി. മറ്റേത് വഴിയിൽ കൂടെ വന്നാലും അതിൽ ചെന്നായ്ക്കൾ പതുങ്ങിയിരിപ്പുണ്ടാകും, അവിടെ ആപത്തുകൾ കാത്തിരിപ്പുണ്ടാകും. ഇടയൻ വളരെ സുരക്ഷിതമായ പാതയിലൂടെ എന്നും കൊണ്ടുപോകുമ്പോൾ ചിലപ്പോൾ ഒരു മടുപ്പൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ സാരമില്ലെന്ന് കരുതണം. ഈ മടുപ്പാണ് ഏറ്റവും സുരക്ഷിതത്വമുള്ള ഒരു മടുപ്പ്. ഈ മടുപ്പ് ഇല്ലെങ്കിൽ ഒരു പക്ഷേ വലിയൊരു ആപത്തിലേക്ക് നമുക്ക് എത്തിച്ചേരും. നമ്മുടെയും ജീവിതത്തിൽ ചിലപ്പോൾ ഉണ്ടാകുന്ന ഈ മടുപ്പുകളൊക്കെ നമ്മൾ പുതിയൊരു വഴി തേടി പോകാനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ടായേക്കാം. ചിലപ്പോഴുണ്ടാകുന്ന ബന്ധങ്ങളിലെ അവിശ്വസ്തത, ചിലപ്പോഴുണ്ടാകുന്ന ജോലിസ്ഥലങ്ങളിലെ ആത്മാർത്ഥതയില്ലായ്മ, ചിലപ്പോഴുണ്ടാകുന്ന ജീവിതത്തിലൊക്കെ ഒരു നന്മ കാണാൻ കഴിയാതെ പോകുന്നത്, ഇതൊക്കെ മടുപ്പിൻ്റെ ലക്ഷണങ്ങളാണ്. പക്ഷെ സാരമില്ല എന്ന് കരുതണം. ഇതാണ് ഏറ്റവും സുരക്ഷിതമുള്ള വഴി. ഇടയനറിയാം ഏത് വഴിയാണ് ഏറ്റവും നല്ല വഴിയെന്ന്.
ദൈവം നമുക്ക് വേണ്ടി നൽകുന്ന ഈ വഴി ഏറ്റവും നന്മയുള്ളതും സന്തോഷവുമാണെന്ന് ചിന്തിക്കുന്നിടത്താണ് നാമൊക്കെ നല്ല ആടുകളായി തീരുന്നത്. ഒരു ഇടയൻ മുന്നാലെയുണ്ട്. ആ ഇടയൻ്റെ പിന്നാലെ ധൈര്യപൂർവ്വം നടക്കുവാനുള്ള ഒരു മനസ്സാണ് ഏറ്റവും നല്ല മനസ്സ്. ദൈവം